ഇപ്പോൾ അനിൽകുമാർ പണ്ടേല കൂടി ചേരുന്നുണ്ട്. നഗരാസൂത്രണ വിദഗ്ധനാണ്. ശ്രീ അനിൽകുമാർ, നോക്കൂ, ഈയൊരു വലിയ ഒരു അപകടമാണ് കഴിഞ്ഞ ദിവസം ഒഴിവായി പോയത്. തലനാരിഴയ്ക്കാണ് രണ്ടുപേരുടെ ജീവൻ രക്ഷപ്പെട്ടത്. ഈയൊരു അശാസ്ത്രീയമായ നിർമ്മാണം അതുതന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ഈ അശാസ്ത്രീയമായി മണ്ണെടുപ്പൊക്കെയാണ് ഇവിടുത്തെ അപകടത്തിന് കാരണമായിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരമായുള്ളത്? കളക്ടർ അടക്കം വിശദമായ റിപ്പോർട്ട് ഇതിൽ നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇതിപ്പോ പറയുകയാണെങ്കിൽ രണ്ട് തരത്തിലാണ് ഇത് നമ്മൾ വീക്ഷിക്കേണ്ടത്. അതായത് ഒന്ന്, ഈ കേരളത്തിലെ ഈ ഹൈവേ നിർമ്മാണത്തില് ഒരുപാട് കുന്നുകൾ ഇടിച്ച് നിരത്തി പോകുന്നതായിട്ട് കാണാം. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ പിന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇതില് എനിക്ക് ബലമായ സംശയം വരുന്നത് ഇതിന്റെ മണ്ണ് മാഫിയ എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന ആ ഒരു മാഫിയ ഉണ്ടെങ്കിൽ ആ ഒരു മാഫിയയുടെ പിന്നെ അവരുടെ കൈകൾ ഇതിലെല്ലാം എത്തിച്ചേരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എവിടെങ്കിലും റോഡ് പണി ഉണ്ടെങ്കിൽ ഉടനെ മണ്ണ് ഇതുപോലുള്ള കുന്നുകൾ ഇടിച്ചു നിരത്തി റോഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അല്പം ബുദ്ധിമുട്ടിയാൽ ഈ കുന്നുകളെ ചുറ്റി, ഇല്ലെങ്കിൽ അങ്ങനെ വളഞ്ഞു പോകണമെന്നല്ല. ഹൈവേ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോകാനുള്ള ഒരു അലൈൻമെന്റ് തന്നെ വേണം. അത്യന്താപേക്ഷിതമായുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കുന്നുകൾ ഇടിച്ച് പോകേണ്ടതായിട്ട് വരും. പക്ഷേ ഇതിപ്പോ നമ്മൾ കാണുന്ന ഹൈവേയിൽ ഒരുപാട് കുന്നുകൾ ഇടിച്ച് പോകുന്നതായിട്ടാണ് കാണുന്നത്. പലയിടത്തും ഞാൻ തന്നെ നോക്കിയാൽ അവോയ്ഡ് ചെയ്യാവുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു പിന്നെ പരിസ്ഥിതിയോടുള്ള വലിയ സ്നേഹം കാണിക്കുന്ന ഇവിടുത്തെ കുറെ പരിസ്ഥിതി പ്രവർത്തകരുണ്ടല്ലോ, അവരൊക്കെ ഇതിനോടൊക്കെ എന്തുകൊണ്ട് കണ്ണടയ്ക്കുന്നു എന്നുള്ള എനിക്കറിയില്ല. അതൊന്ന്. രണ്ടാമത്, ആധുനികമായിട്ടുള്ള കൺസ്ട്രക്ഷൻ ടെക്നോളജിയിൽ ഈ കുന്നൊക്കെ ഇടിച്ചാൽ വരാവുന്ന വിപത്തുകൾ നേരത്തെ കാലേ കൂട്ടി കാണാൻ പറ്റുന്ന ഒരുപാട് നമുക്ക് ടൂൾസ് ഉണ്ട്. അതൊന്നും ഉപയോഗിക്കാതാണോ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട കാര്യമാണ്. അതെല്ലാം പിന്നെ കാറ്റത്ത് പറത്തിക്കൊണ്ടാണെന്നാണ് ഇപ്പൊ കാണുമ്പോൾ മനസ്സിലായത്. മൂന്നാമത്തെ തവണയാണ് ഇടിയുന്നതെന്നാണ് പറയുന്നത്. ഞാൻ ആ സ്ഥലം സ്പോട്ട് വിസിറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ പിന്നെ ഷിരൂര് സംഭവിച്ച പോലെ ഇത് പിന്നെ ഒരു വലിയ അപകടം ആകാമായിരുന്നു. അത് ഭാഗ്യവശാൽ രക്ഷപ്പെട്ടു. എന്നിട്ട് തന്നെ ഇപ്പൊ അവിടെ ഇടിച്ചിരിക്കുന്ന ആ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാല് കുന്ന് ഏതാണ്ട് പകുതിയോളം ഇടിച്ചു നിരത്തിയിരിക്കുകയാണ്, അത് വെട്ടി എടുത്തിരിക്കുകയാണ്. ഇതൊക്കെ വളരെ ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണിത്. ഇനിയിപ്പം ഈ കരാറ് കമ്പനിയെ കരാർ എന്ത് അടിസ്ഥാനത്തിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്കറിയില്ല. മിക്കവാറും നാഷണൽ ഹൈവേ ആണെങ്കിൽ ഈ കട്ട് ചെയ്തെടുക്കുന്ന ആ കുന്നുകളുടെ സ്ട്രെങ്ത് പിന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അത് ഉറപ്പുവരുത്തണം എന്നൊരു ക്ലോസ് കാണാറുണ്ട്. ഇവർക്ക് കൊടുത്തതിൽ അത് ഉണ്ടാകാനാണ് സാധ്യത. നാഷണൽ ഹൈവേയുടെ ആണെങ്കിൽ തീർച്ചയായിട്ടും കാണുമത്. പക്ഷെ അത് ചെയ്തില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്നൊക്കെ നമ്മൾ പിന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കിത് ആരാണ് ഉത്തരവാദി എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ശരിക്കും. പക്ഷേ ഈ ഒരു ഇത്തരത്തിൽ ഈ ദേശീയപാത അതോറിറ്റിക്ക് എങ്ങനെയാണ് ഇത്രയും കെയർലെസ്സായ ഒരു കാര്യം ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുക? കാരണം വളരെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു കാര്യമല്ലേ ഇത്? എങ്ങനെയാണ് ഇത്രയും അശാസ്ത്രീയമായി അല്ലെങ്കിൽ ഇത്രയും കെയർലെസ്സായി ഇവർക്ക് ഇങ്ങനെ പെരുമാറാൻ സാധിക്കുക എന്ന് മനസ്സിലാകുന്നില്ല. നമ്മൾ നേരത്തെയും ദേശീയപാതയിലെ വിള്ളലുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ നിരവധി ചർച്ചകൾ നടത്തിയിട്ടുള്ളതാണ്. അപ്പോഴാണ് ഈ മണ്ണിടിച്ചിൽ കൂടെ ഈ രംഗത്തേക്ക് വരുന്നത്. തീർച്ചയായിട്ടും ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം ദേശീയപാത കൺസ്ട്രക്ഷനിൽ അത് വളരെ സ്ട്രക്ചേർഡ്, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നാഷണൽ ഹൈവേ കൺസ്ട്രക്ഷൻ NHAയുടെ ഹൈവേ കൺസ്ട്രക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രക്ചേർഡ് പ്രോസസ്സാണ്. അതിൽ ഓരോ സ്റ്റെപ്പും വളരെ വിശദമായിട്ട് പിന്നെ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റെപ്പ് മറികടന്ന് പോയാലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുള്ളൂ. അത് എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം സംഭവിക്കുന്നുണ്ട് എനിക്കറിയില്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി 22 എക്സ്പ്രസ് വേസ് കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ്. 22 എക്സ്പ്രസ് വേസ് കൺസ്ട്രക്ട് ചെയ്ത് അത് BOT അടിസ്ഥാനത്തിൽ നമ്മൾ പിന്നെ കൈകാര്യം ചെയ്യുന്നതാണ്. അത് അവിടൊക്കെ ഞാൻ ഈ നാഷണൽ ഹൈവേയുമായിട്ടൊക്കെ വളരെ കൂടുതൽ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. NHA എന്ന് പറഞ്ഞാൽ വളരെ പ്രൊഫഷണൽ ഏജൻസിയാണ്. അത് എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം
എല്ലാ മേഖലയിലും ഇവർ തൊടുന്നിടത്തൊക്കെ പലയിടത്തും ഇതിനെ ഇപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ആ പ്രോസസ്സ് ഇവര് ഫോളോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇടിച്ചിൽ വരില്ല. അത് 3 തവണ ഇടിച്ചു എന്ന് പറയും. തീർച്ചയായിട്ടും സ്ട്രക്ചറൽ സോയിൽ സ്റ്റെബിലിറ്റി അവരെ വെരിഫൈ ചെയ്തിട്ടില്ല. അത് വെരിഫൈ ചെയ്തിട്ട് അത് കുറവായിരുന്നെങ്കിൽ അതെങ്ങനെ കൂട്ടാം, അത് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. തീർച്ചയായിട്ടും ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ സൈഡിലുണ്ടായ വീഴ്ച തന്നെയാണ്. ആ വീഴ്ച എന്തുകൊണ്ട് വന്നു എന്ന് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ മിക്കവാറും ലോക്കൽ ഇന്റർഫറൻസ്, ഞാനിത് പണ്ടും പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ മാത്രം ഒരുപാട് ലോക്കൽ ഇന്റർഫറൻസ് വരുന്നുണ്ട്. അത് മറ്റുള്ള സ്റ്റേറ്റ്സിലൊക്കെ ആണെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് തന്നെയാണ്. പക്ഷെ കേരളത്തിലാവുമ്പോഴത്തേക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ പോയി ഇരിക്കുകയുള്ളൂ, പണിയൊന്നും നടക്കില്ല. അപ്പം അവർ കോംപ്രമൈസ് ചെയ്ത് കേരളത്തിലുള്ള ഈ ലോക്കൽ നേതാക്കളും ലോക്കൽ മാഫിയകളും ഒക്കെ പറയുന്നത് ചിലപ്പോൾ കേൾക്കേണ്ടി വന്നു എന്നിരിക്കും, നമുക്കറിയില്ല. പക്ഷെ ഇത് തീർച്ചയായിട്ടും ബോട്ടം ലൈൻ അടിവരയിട്ട് പറയാവുന്ന നാഷണൽ ഹൈവേയുടെ സൈഡിൽ നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ ഈ പ്രദേശത്തെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് ഇതിനൊരു പോംവഴിയായുള്ളത്? അതായത് ഇപ്പോൾ ഈ മണ്ണിടിഞ്ഞ പ്രദേശം ഇനിയിപ്പോൾ എങ്ങനെയാണ് നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുക? ഈ പ്രദേശവാസികൾ ആകെ പരിഭ്രാന്തിയിലാണ്. കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടായേക്കാം എന്നുള്ളൊരു സാഹചര്യം ഉള്ളതിനാൽ NDRF സംഘം അടക്കം അവിടെ ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടെ ഇനിയും വിശദമായിട്ട് പണിയെടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാതെ, പ്രത്യേകിച്ചും മഴ ശക്തമായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായത് കാരണം, മഴക്കാലമായത് കാരണം തീർച്ചയായിട്ടും വളരെ സൂക്ഷിക്കണം. ചുറ്റുപാടുമുള്ളവർ കഴിയുന്ന ഒഴിഞ്ഞു പോയി ഒരു അല്പം ഒന്ന് മഴയൊക്കെ ശമിച്ച് കഴിഞ്ഞിട്ടേ വരാവൂ എന്നുള്ളതാണ്. മണ്ണിന്റെ സ്ട്രക്ചർ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന് ബലക്കുറവാണെന്നുള്ളത് നമുക്ക് വെറും ഫോട്ടോ കണ്ടാൽ തന്നെ ഏതാണ്ട് നമുക്ക് ബോധ്യമാകുമല്ലോ. അതായത് മണ്ണിടിഞ്ഞ് വീണിരിക്കുന്നത് ലെയറായിട്ടല്ല വീണിരിക്കുന്നത്, ഒരു അവിടെ കൂടുതലും കുറച്ചുമൊക്കെ വീണിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം മണ്ണ് സ്ട്രോങ് അല്ല, കോമ്പാക്റ്റഡ് അല്ല എന്നുള്ളതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.